അഭിഷേകം എന്ന് പറയുമ്പോൾ അന്യഭാഷ കൊണ്ടോ ഒന്നും നിൽക്കുന്നതല്ല. അന്യഭാഷയുടെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ ദൈവിക ദൗത്യ നിർവഹണത്തിനായുള്ള ശക്തിയുടെയും സാന്നിധ്യത്തിൻ്റെയും അടയാളമാണ് അഭിഷേകം എന്ന് പറയുന്നത്. അല്പം കൂടെ വ്യക്തമാക്കിയാൽ, ദൈവം ഒരു ദൗത്യം ചെയ്യുവാൻ ഒരാളെ കണ്ടു, തിരഞ്ഞെടുത്തു. അവൻ്റെ മേൽ പകരപ്പെടുന്ന ഒരു ശക്തിയുണ്ട്. അവനോട് കൂടെയുള്ള തൻ്റെ സാന്നിധ്യമുണ്ട്. അതിനെ പ്രത്യക്ഷമായി അടയാളമാക്കി ദൈവം വെളിപ്പെടുത്തും. ഇതിനെയാണ് അഭിഷേകം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ അഭിഷേകം കൊടുക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റില്ല. അഭിഷേകം പകരുന്നത് സർവകൃപാലുവായ ദൈവമാണ്. ആമേൻ. അഭിഷേകത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ചിലരുടെ ചിന്ത എനിക്ക് നല്ല കഴിവുണ്ട് അതുകൊണ്ട് അഭിഷേകമാണ്. അല്ല, കഴിവെന്ന് പറയുന്നത് അഭിഷേകമല്ല. പാഠവും എന്ന് പറയുന്നത് വാക്കുകളുടെ തിളക്കമോ ഇതൊന്നും അഭിഷേകമല്ല. അഭിഷേകം ഒരുവൻ്റെ മേൽ വെളിപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ മേൽ ഇറങ്ങിയെങ്കിലേ പറ്റത്തുള്ളൂ.